ഹായ് ദൃശ്യം 3 ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ ബുക്ക് മൈ ഷോ കത്തും. ഒരുപക്ഷെ മണിക്കൂറിൽ 50,000-ഓളം ടിക്കറ്റുകൾ വരെ വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം ഇതൊരു മോഹൻലാൽ സിനിമയാണ്. സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ അത് വേറെ ലെവൽ തൂക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാര്യം. ഇതുവരെ ഒരു മലയാള സിനിമയും റിലീസിന് ശേഷം 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റിട്ടില്ല. അതായത് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയ ഒരു സിനിമയും 40,000-ന് മുകളിൽ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്നത് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയ്ക്കായിരുന്നു. സിനിമ റിലീസിന് ശേഷം പോസിറ്റീവ് റെസ്പോൺസ് വരുന്നു. 35,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ അന്ന് വിറ്റത്. അത് വലിയൊരു റെക്കോർഡാണ്. ആ റെക്കോർഡിനൊപ്പം എത്താൻ ഒരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല. മറ്റൊരു സിനിമയ്ക്കും 30,000 പോലും ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ദൃശ്യം എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് വരുന്നു. പല ആൾക്കാരും നെഗറ്റീവ് പറയുന്നുണ്ട് സിനിമയെ കുറിച്ചിട്ട്, നല്ല ഡീഗ്രേഡിങ്ങും വരുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും സിനിമ വർക്കായി, സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സിനിമയുടെ ബുക്ക് മൈ ഷോ ബുക്കിംഗ് അത് ഞെട്ടിപ്പിക്കുന്നതാണ്. മണിക്കൂറിൽ ആദ്യം 20,000 ആയിരുന്നു എങ്കിൽ പിന്നീട് അത് 25,000 ആവുന്നു, 30,000 ആവുന്നു, 35,000 ആവുന്നു. തുടരും എന്ന സിനിമയെയും മറികടന്ന് 40,000 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോകുന്നു. ഇപ്പോൾ 41,000 കടന്ന് 42,000-ലേക്ക് എത്തി നിൽക്കുന്നു. ഇതാണ് മോഹൻലാലിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ സംഭവിക്കുന്ന വലിയൊരു കാര്യം. ഈ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകൾ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുണ്ട്. ആ സിനിമകൾക്കൊന്നും തന്നെ 30,000 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിൽക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ദൃശ്യം 3 ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ 42,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇനിയുള്ള സമയങ്ങളിൽ ബുക്കിംഗ് എങ്ങനെയായിരിക്കും എന്ന്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് ദൃശ്യം 3 മുന്നോട്ട് പോകുന്നത്. റിലീസിന് മുൻപ് വമ്പൻ നേട്ടമാണ് ദൃശ്യം 3 സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രീസെയിൽ കളക്ഷനിൽ എമ്പുരാന് തൊട്ടു പിന്നിലാണ് ദൃശ്യം 3. പക്ഷേ റിലീസിന് ശേഷം എമ്പുരാനും ഒരുപാട് മുകളിലായിരിക്കുന്നു ദൃശ്യം 3 എന്നുള്ളതാണ്. എമ്പുരാന് മാത്രമല്ല, മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബുക്കിംഗ് ആണ് ദൃശ്യം 3 നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചരിത്രമാണ്. ദൃശ്യം 3ക്ക് മുന്നിൽ എല്ലാ മലയാള സിനിമാ റെക്കോർഡുകളും ഇല്ലാതാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദൃശ്യം 3യുടെ ഈ വലിയ നേട്ടം പല ആൾക്കാരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. അവർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ. സിനിമ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്കും സിനിമ കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അഭിപ്രായങ്ങൾ സിനിമയെക്കുറിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബുക്കിംഗ് ഇത്ര ഗംഭീരമായി മുന്നോട്ട് പോകുന്നത്. മണിക്കൂറിൽ 42,000-ഓളം ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോകുന്നത്. ഇനിയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ അതിനും മുകളിലേക്ക് പോകാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ്, അതായത് 2026 എന്ന വർഷം ഇതുവരെ ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ഇപ്പോൾ ദൃശ്യം 3 നേടിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരുടെയും കിളി പോയിട്ടുണ്ടാവും ഈ സമയത്ത്. കാരണം ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് എന്നുള്ളതല്ല, സൗത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. എന്തായാലും ദൃശ്യം 3 തരംഗമായി കഴിഞ്ഞു. പ്രേക്ഷകർക്ക് വലിയ അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച്. വമ്പൻ കളക്ഷൻ ഫസ്റ്റ് ഡേ തന്നെ നേടിയെടുക്കും. അതുപോലെ തന്നെ 2ാം ദിവസവും 3ാം ദിവസവും ഗംഭീര കളക്ഷൻ ആയിരിക്കും. 4ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരിക്കും സിനിമയുടെ കളക്ഷൻ. ഈ വീക്കെൻഡ് കൊണ്ട് തന്നെ സിനിമ വലിയ കളക്ഷനിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ വമ്പൻ ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ലാലേട്ടന്റെ ബർത്ത്ഡേ ഇപ്പോൾ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയി മാറിയിരിക്കുന്നു. എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയം ദൃശ്യം 3 നേടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.